ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 32-ാം ദിവസം ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ കളക്ഷൻ കുതിപ്പോടുകൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ഒരു ഞായറാഴ്ചയും അതിഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെ സിനിമയ്ക്ക് വരുന്നു. വലിയ രീതിയിലുള്ള കളക്ഷനും. കഴിഞ്ഞ 24 മണിക്കൂറിൽ സിനിമയുടേതായി വിറ്റുപോയത് 53,000-ഓളം ടിക്കറ്റാണ്. 32-ാം ദിനത്തിൽ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ടിക്കറ്റ് വിൽപ്പനയാണ് എന്ന് ആലോചിച്ചോ നോക്കുക. ആദ്യ വാരത്തിലോ അല്ലെങ്കിൽ 10 ദിവസത്തിലോ അല്ല, ഇത് 31-ാം ദിനത്തിലാണ്. ഇത് പുതിയ റെക്കോർഡാണ് ഈ സിനിമ തീർത്തിരിക്കുന്നത്. ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച തുടരുമെന്ന ചിത്രത്തിന് പോലും ഇത്രത്തോളം ബുക്കിംഗ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഒരു ഞായറാഴ്ച ആ സിനിമയ്ക്ക് കിട്ടിയത് 1 കോടിയോളമാണെങ്കിൽ ശനിയാഴ്ച മാത്രമായിട്ട് ഈ ഒരു സിനിമയ്ക്ക് അതും 30-ാം ദിനത്തിൽ ലഭിച്ചത് ഏകദേശം 1,35,00,000 രൂപയോളമാണ്. ഇന്നലെ 946 ഷോകളിൽ നിന്ന് 66,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയതായി ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ. 1,07,50,000-ഓളം രൂപയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസായി പുറത്തു വന്നത്. അതായത് സിനിമയ്ക്ക് 1,35,00,000 രൂപയ്ക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞു. ഇതിനോടകം തന്നെ സിനിമ ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെ 101,70,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടരുമെന്ന ചിത്രത്തിൻ്റെ ട്രാക്ഡ് ഫൈനൽ കളക്ഷൻ വന്നത് 107,19,00,000 രൂപയാണ്. അതായത് 5,49,00,000 രൂപ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റാകും ട്രാക്കേഴ്സ് മുഖാന്തരം എന്ന് തന്നെ പറയാം. സിനിമയ്ക്ക് 30 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് മികച്ച രീതിയിലുള്ള ആ ഒരു കളക്ഷനായിരുന്നു. 109 കോടിയോളമായിരുന്നു സിനിമയുടെ കളക്ഷനായി പറഞ്ഞതെങ്കിൽ ഈ ഒരു ദിനത്തോടെ സിനിമ 110 കോടി കടക്കുന്നു എന്നുള്ളതാണ്. അതായത് 31 ദിനം കൊണ്ട് സിനിമ നേടുന്നത് 110 കോടിക്ക് ആ റേഞ്ചിലേക്കാണ്. അതായത് ഇനി ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ മൊത്തം വേണ്ടത് ഏകദേശം 8.5 കോടിയോളം അല്ലെങ്കിൽ 8 കോടി എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് 285 കോടിയോളം ഈ ഒരു 31 ദിനങ്ങൾ കൊണ്ട് എത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 15 കോടി കൂടി കിട്ടിയാൽ സിനിമയ്ക്ക് 300 കോടി. അപ്രാപ്യമെന്ന് കരുതിയ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് 300 കോടി അതൊരു മാജിക്കൽ ഫിഗറായി വരികയാണ്. ഇന്നലെ ലോകയുടെ ചാപ്റ്റർ 2-ൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത് അത് വലിയ രീതിയിലുള്ള ഒരു ഓളം തന്നെയാണ് സൃഷ്ടിച്ചത്. സിനിമയുടെ ആ ഒരു ട്രെയിലർ അല്ലെങ്കിൽ ആ ഒരു അനൗൺസ്മെൻറ്റ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനിയുള്ള സീരീസിന് വേണ്ടി ആളുകൾ കാത്തിരിക്കാനും അമ്മാതിരി ഒരു കാര്യമാക്കിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനാണ് കാണാൻ കഴിയുന്നത്. സ്റ്റഡിയായിട്ട് സിനിമ കഴിഞ്ഞ വാരത്തിൽ പോകുന്നുണ്ടെങ്കിൽ ശനി ഞായർ ദിനങ്ങളിലും മികച്ച് തന്നെ പോകുന്നു. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെ ഓറഞ്ച് അലേർട്ട് എന്ന് തന്നെ പറയാം. അവിടെ അന്യഭാഷ അല്ലെങ്കിൽ അവിടുത്തെ ഭാഷാ ചിത്രങ്ങൾ ഇറങ്ങിയിട്ട് പോലും ഈ സിനിമയ്ക്ക് തന്നെ മുൻതൂക്കം ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ദുൽഖർ അറിഞ്ഞ് കളിക്കുന്ന കളി തന്നെയാണ്. അതായത് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ ടീം പങ്കെടുക്കുകയും അവിടെയെല്ലാം വലിയ രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ കാണാൻ കഴിയുന്നു. മഹാരാജ വെഡ്ഡിംഗ് സെൻറ്ററിൻ്റെ MDയും അവിടുത്തെ 500 സ്റ്റാഫും ഒരുമിച്ച് സിനിമ കണ്ടത് പുതിയ ഒരു ചരിത്രമായി മാറുന്നു. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് ഒരു കമ്പനിയിൽ നിന്ന് കാണുമ്പോൾ അത് രസകരമായി തന്നെ തോന്നുകയും ചെയ്യുന്നു. ഇന്ന് ഈ ഞായറാഴ്ചയും സിനിമ 1 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ കളക്ഷൻ ഏകദേശം 111.5 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു 287 കോടിയിലേക്ക് എത്തുമെന്നുള്ളതും. എന്തായാലും കാത്തിരിക്കാം. നമ്മളെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയ.